ഞാൻ വർക്ക് തുടങ്ങിയതിന് ശേഷം ഒരുപാട് വീടുകൾ അങ്കമാലി ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 2024 എൻ്റെ അങ്കമാലിയിലെ ആദ്യത്തെ സംരംഭമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു KJ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്കമാലി ഭാഗത്ത് ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ വീടിന്റെ പ്ലാൻ, ഡിസൈൻ, ബഡ്ജറ്റ് എന്നതിനെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എങ്ങാനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം.
ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. ഈ വീടിൻ്റെ ആകെ ഏരിയ വരുന്നത് 2514 സ്ക്വയർ ഫീറ്റ് ആണ്. താഴത്തെ നിലയിൽ 1359 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ നിലയിൽ 1155 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബഡ്ജറ്റിനെ പറ്റി നോക്കാം. അപ്പോൾ ബഡ്ജറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് ഈ വീടിന്റെ ഫൗണ്ടേഷൻ ഒരു 2 അടി ഡെപ്തിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ബേസ്മെന്റ് ഒരു 45 സെന്റിമീറ്റർ. പിന്നെ വീടിന്റെ ഭൂരിഭാഗം സൺഷെയ്ഡ് ലിൻഡലും കാര്യങ്ങളൊക്കെ 7 അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ സ്ലാബിന്റെ ഹൈറ്റ് വരുന്നത് ഒരു 10 അടി ഹൈറ്റിൽ. അപ്പോൾ ആ രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതുപോലെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതും. അതുപോലെ ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി സിമെന്റ് കട്ടയിലാണ് ഈ വീട് പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ക്ലയന്റിന്റെ ഒരു നിർബന്ധപ്രകാരം വിൻഡോസും ഡോർസും ഒക്കെ മരത്തിൽ തന്നെയാണ് ഈ വീടിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു വീട് പണിയെങ്കിൽ എത്ര ബഡ്ജറ്റ് വരും നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കണ്ട ഒരു ഡിസൈനിലെ വീട് വാർക്ക് വരെ ചെയ്യാൻ നമുക്കൊരു 27 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ആ 27 ലക്ഷത്തിന്റെ കൂടെ ഒരു 7 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ 34 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീടിന്റെ തേപ്പ് വരെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ട പോലെ വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 14 ലക്ഷം രൂപ കൂടി വേണ്ടി വരും. അതായത് ഒരു 48 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കണ്ട രീതിയിൽ ഈ വീട് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്.